കൊച്ചി തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ഹർജി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദ് തന്നെ ചേരുന്നുണ്ട്. ഷബ്ന, എഴുന്നള്ളിപ്പ് അവിടെ നടക്കുകയാണ്, അവിടെ ആനകളൊക്കെ എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ മാറ്റിവെക്കാനാണ് കോടതി തൽക്കാലം തീരുമാനിക്കുന്നത്. അപ്പോൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പ് ഇന്നിപ്പോൾ തൽക്കാലം അവിടെ നടക്കും എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും. കാരണം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ആനകൾ തമ്മിലുള്ള ദൂരപരിധി 3 മീറ്റർ വേണം എന്ന്. ഇപ്പോൾ നമുക്ക് സഹിൻ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അത്തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആനകൾ തമ്മിൽ ദൂരം 3 മീറ്റർ ആണ് എന്ന് കോടതിയെ അറിയിക്കുകയും കോടതി ഈ വിഷയത്തിൽ ഏതായാലും ആന എഴുന്നള്ളിപ്പ് ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമാണ് നടക്കുന്നത് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുള്ളത് കൊണ്ടാണ് കോടതി പിന്നീട് ഈ ഹർജി പരിഗണിക്കാം എന്ന് പറഞ്ഞത്. ഇന്നലെ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ വലിയ നിർദ്ദേശങ്ങൾ, അതായത് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്, അത് പാലിക്കണം എന്ന് കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അവിടെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. 3 മീറ്റർ അകലം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. 15 ആനകൾ എന്നത് കുഴപ്പമില്ല, പക്ഷേ ആനകൾ തമ്മിലുള്ള ദൂരപരിധിയായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അത്തരത്തിൽ ദൂരപരിധി ക്രമീകരിച്ച് ഉത്സവം നടത്തുന്നതിന് കോടതിക്കും എതിർപ്പില്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലാണ് അവിടെ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി ഇപ്പോൾ ബുധനാഴ്ച പരിഗണിക്കാം എന്ന് കോടതി നിശ്ചയിച്ചത്. ഷബ്ന സിയാദാണ് വിവരങ്ങൾ നൽകിയത്. ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി.